വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാർട്ടി സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് 5 കളറായിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ക്യൂബായിട്ട് കട്ട് ചെയ്തത് 1 കിലോ ഉണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവോള കട്ട് ചെയ്തതും ക്യാപ്സിക്കം ആണ്. അപ്പം റെഡും ഗ്രീനും ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വൈറ്റ് കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് കാഷ്യൂസ് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് ഒന്നങ്ങ് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതും 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് കബാബിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഗ്രീൻ കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി പുതിനയില, 1 പിടി മല്ലിയില ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി റെഡ് കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി യെല്ലോ കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഗ്രേ കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം.
ഇതിപ്പോൾ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ക്യാപ്സിക്കവും ഓണിയനും എല്ലാം ചേർത്തിട്ട് നമുക്ക് സ്ക്യൂവറിൽ കോർത്തെടുക്കാം. ഇതെല്ലാം കോർത്തെടുത്ത് വരുമ്പോഴേക്ക് റൂം ടെമ്പറേച്ചറിലായിക്കോളും. ഇത് നമ്മൾ ഓവനിലും വിത്തൗട്ട് ഓവനിലും ചെയ്യുന്നുണ്ട്. 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുത്ത ശേഷം നമുക്കൊരു 40 മിനിറ്റ് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് കബാബ് റെഡിയാക്കി എടുക്കാം. ഇനി വിത്തൗട്ട് ഓവൻ ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുള്ള പാനിൻ്റെ മേലേക്ക് നമ്മളൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റിക്കുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 4 ഈ സമയത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മറിച്ചും തിരിച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. പാർട്ടി സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ കളർഫുള്ളും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് എല്ലാം പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.